ഇനി വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലാണ്. തിരുനെല്ലി ക്ഷേത്രത്തിൽ രാവിലെ 4 മണി മുതൽ ബലി ഇടൽ കർമ്മം ആരംഭിച്ചു. പാപനാശിനിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എത്ര മണിവരെ ചടങ്ങുകൾ ഉണ്ടാകും? അനഘ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 4 മണിയോടുകൂടി തന്നെ ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിതൃതർപ്പണം ആരംഭിച്ചിട്ടുണ്ട്. ഈ 4 മണി മുതൽ തന്നെ വലിയ ക്യൂ ആണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. തൊട്ടപ്പുറത്ത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പാപനാശിനി. ഈ പാപനാശിനിയിലാണ് എല്ലാവരും വന്ന തങ്ങളുടെ പിതൃക്കൾക്ക് ഇത്തരത്തിലുള്ള മോക്ഷത്തിനായി ബലി അർപ്പിക്കുന്നത്. ഓരോ വർഷവും നിരവധി ഭക്തജനങ്ങളാണ്, ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ തിരുനെല്ലിയിൽ എത്തുക. ഈ ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും അറിയപ്പെടുന്ന തിരുനെല്ലിയിലേക്ക് ഈ വയനാട് ജില്ലയിൽ നിന്നും മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, കർണാടക തമിഴ്നാടൊക്കെ അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടെ എത്തി ബലിതർപ്പണം നടത്തുന്നത് എന്നുള്ളതാണ് വലിയ പ്രത്യേകത. മാത്രമല്ല ഈ അമ്പലവുമായി ബന്ധപ്പെട്ടത് വലിയ രീതിയിലുള്ള ഒരു ഐതിഹ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന അമ്പലമാണ്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. ശ്രീരാമൻ വനവാസ സമയത്ത് തന്റെ പിതാവുമായി ദശരഥൻ മരിച്ചപ്പോൾ അദ്ദേഹം ശ്രീരാമൻ ഈ ഒരു സ്ഥലത്തെത്തിയാണ് ഈ പാപനാശിനിയിൽ തിരുനെല്ലിയിലെത്തി പാപനാശിനിയിലെത്തിയാണ് ഈ പിതൃകർമ്മം ചെയ്തത്, അല്ലെങ്കിൽ ബലിതർപ്പണം ചെയ്തത് എന്നുള്ളതാണ് വലിയ ഒരു വിശ്വാസം. അത്തരത്തിലുള്ള ഒരു ഐതിഹ്യമാണ് തിരുനെല്ലിയെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തുന്നത്. മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരിട്ട് തന്നെ ബ്രഹ്മദേവൻ നേരിട്ട് വന്ന് വിഷ്ണു ഭഗവാനായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു നൽകി. അതാണ് തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മദേവൻ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ വിഷ്ണുവിനെ പൂജ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പൂജ അർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരുമേനിയൊക്കെ ഈ പൂജ ചെയ്ത് കഴിഞ്ഞാൽ, ഉഷപൂജ കഴിഞ്ഞ പിന്നീട് നട അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശിവേലിക്ക് മുൻപ് തന്നെ ഈ നട അടച്ചു കഴിയുമ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ നടയ്ക്ക് മുൻപിൽ തന്നെ പൂക്കളൊക്കെ അർപ്പിച്ചു വെൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായി തന്നെ ബ്രഹ്മദേവന് വന്ന പൂജ ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഐതിഹ്യങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. ബ്രഹ്മഗിരി മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയ ഒരു ഭൂപ്രദേശമാണ്, അല്ലെങ്കിൽ അത്ര മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പാപനാശിനിയുടെ വലിയൊരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ശ്രീരാമൻ അടക്കമുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവിക ഗുണങ്ങളുള്ള ആളുകളൊക്കെ നിരവധി പേരാണ് ഇവിടെ എത്തി ബലിതർപ്പണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വലിയ ഒരു വിശ്വാസം. പരശുരാമൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തി എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും നിരവധി ആളുകളാണ് ഇത്തരത്തിൽ തിരുനെല്ലിയിൽ എത്തുക. ഈ പാപനാശിനിയിൽ കുളിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ പാപങ്ങളും തീരും എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട്. മാത്രമല്ല ഗംഗയിൽ സ്നാനം ചെയ്യുന്ന അതേ ഒരു പുണ്യം തന്നെ ഈ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇവിടെ പാപനാശിനിയിൽ കുളിക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പണ്ട് ശ്രീരാമൻ വനവാസ കാലത്ത് ദശരഥൻ തന്റെ പിതാവായ ദശരഥന് മരിച്ചപ്പോൾ ഇവിടെ എത്തി ക്രിയ ചെയ്തു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബലിതർപ്പണം ചെയ്തു എന്നുള്ളതാണ് വലിയ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിശ്വാസ പ്രമാണങ്ങളുടെ ഒരു ക്ഷേത്രം കൂടിയാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. നിരവധി പേരാണ് രാവിലെ. നമുക്കിപ്പോ തലസ്ഥാനത്ത് നിന്ന് പ്രജിത് മോഹനൻ കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, സംസ്ഥാനത്ത് നിന്ന് ശക്തമായ മഴ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. അവിടെ കാലാവസ്ഥ എങ്ങനെയാണ്? അനുകൂലമായ കാലാവസ്ഥയാണോ? എന്താണ് വിവരങ്ങൾ? കർക്കിടക ബാഹുബലിയാണ്. അപ്പോൾ സ്വാഭാവികമായും അല്പം മഴയൊക്കെ ഉണ്ടാകും. മഴ നനയാതെ അത്തരം ചടങ്ങുകൾ സാധാരണഗതിയിൽ അങ്ങനെ പൂർത്തിയാകുകയുമില്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയിട്ടില്ല. മറ്റു ജില്ലകളിലാണ്, പ്രത്യേകിച്ച് 8 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിൽ, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നായ പരശുരാമ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ഒരു വശത്ത് ബലിതർപ്പണത്തിന് എത്തുന്ന ആളുകൾ, മറുവശത്ത് ബലിതർപ്പണം കഴിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനായി ബാരിക്കേഡിനുള്ളിൽ കാത്തു നിൽക്കുന്ന ഭക്തർ, അതിനുമപ്പുറത്തായി വിവിധ മണ്ഡപങ്ങളിൽ ഇപ്പോൾ
6 7 ബലിമണ്ഡപങ്ങളിലായിട്ടാണ് ഇവിടെ ബലിയർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. നമ്മളതിൽ 5-ാം നമ്പർ ബലിമണ്ഡപത്തിലാണുള്ളത്. ഇവിടെ ഒരേ സമയം നൂറുകണക്കിന് ഭക്തർക്ക് ബലിയർപ്പിക്കുന്നതിനുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു റൗണ്ട് ബലിതർപ്പണം കഴിഞ്ഞ് ഈ മണ്ഡപം വൃത്തിയാക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവല്ലം ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തോളം ഐതിഹ്യത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. വില്ലുമംഗലം സ്വാമിയാർ സ്ഥാപിച്ച ക്ഷേത്രം എന്നുള്ളതാണ് ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി കഥകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം കൂടിയാണ്. ഇപ്പോൾ പണ്ടത്തെ കേരളത്തിൻ്റെ ഉൽപ്പത്തി കഥ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ക്ഷത്രിയരെ എല്ലാം കൊന്നൊടുക്കിയ പാപത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം നൽകി മനഃശാന്തിക്കായി എത്തിയ പരശുരാമൻ ഗോകർണ തീരത്ത് വെച്ച് അവിടെ നിന്നും കന്യാകുമാരിയിലെത്തി അവിടെ മഴു കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കേരളം ഉയർന്നു വന്നു എന്നുള്ളതാണ് ഐതിഹ്യത്തിൽ കേരളത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റി കഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരശുരാമസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് തിരുവല്ലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. ഈ കരമനയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. വിഷ്ണു ഭഗവാൻ ഭക്തനായിട്ടുള്ള വില്ലുമംഗലം സ്വാമികൾ ക്ഷേത്രം സ്ഥാപിച്ചു എന്നുള്ളതാണ് വിശ്വാസം. തീർത്ഥയാത്രയ്ക്കായി എത്തിയ സ്വാമികൾ ഈ സ്ഥലം സന്ദർശിച്ച് ഇവിടെ പരശുരാമന്റെ സാന്നിധ്യം മനസ്സിലാക്കി ക്ഷേത്രപ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ്. തന്നെ തന്റെ പിതാവിന്റെ ആജ്ഞയനുസരിച്ച് മാതാവിനെ വരുത്തിച്ച പരശുരാമൻ ആ പാപത്തിനായുള്ള മോചനത്തിനായി ഭഗവാൻ പരശുരാമനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കരമനയാറിന്റെ തീരത്തുള്ള ഈ സ്ഥലത്ത് വന്ന് ബലിതർപ്പണം നടത്തിയെന്നുള്ളൊരു വിശ്വാസം. എന്തായാലും അങ്ങനെയുള്ള കഥകൾ നിലനിൽക്കുന്നു. ഒപ്പം ജഗദ്ഗുരു ആദിശങ്കരാചാര്യരൊക്കെ ക്ഷേത്ര സംസ്ഥാനത്തെ മാത്രമല്ല തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് എന്നുള്ളതാണ്. അതിന്റെ നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. ഇവിടെ എത്തുന്ന ബലിതർപ്പണത്തിന് എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ തിരുവല്ലത്തെത്തി ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബലിതർപ്പണത്തിന്, പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തിന്റെ ഒരു കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ കാര്യമെടുക്കുമ്പോൾ, ഒന്ന് തിരുവല്ലം ക്ഷേത്രം, അത് കഴിഞ്ഞാൽ വർക്കല പാവനാശിനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ എന്നുള്ളത്. ഈ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ആദ്യഘട്ടം മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ, വളരെ നേരം പുലരുന്നതിന് മുൻപ് തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ക്ഷേത്രങ്ങളിൽ ആരംഭിക്കും. അവിടെ അതിനുള്ള സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ശരി പ്രജിത്ത് തുടരുക. ഇപ്പൊ കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്തുനിന്ന് ദിസ്ന സുരേഷ് കൂടി ചേരുന്നുണ്ട്. ദിസ്ന, വിശ്വാസികൾക്ക് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് യാത്രാ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? വലിയ ജനത്തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അനഘ, വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം അതിശക്തമായ മഴയും പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ഈ മഴയൊക്കെ തന്നെ വകവയ്ക്കാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വരയ്ക്കൽ കടപ്പുറത്തെത്തുന്നത്. അതായത് ഇന്നലെ 3 മണി മുതൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും 4 മണി മുതൽ ഈ ബലിതർപ്പണ ചടങ്ങ് ആരംഭിച്ചു എന്നതാണ്. ഈ ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ഇത്തരത്തിൽ ഇന്നലെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചത് എന്ന് തന്നെയാണ്. വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ എത്തുന്ന ആളുകൾക്ക്, ഈ ബലിതർപ്പണം നടത്തുവാൻ എത്തുന്ന ആളുകൾക്ക് ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങളായി ഹിന്ദു ഐക്യവേദിയുടെയും ശ്രേഷ്ഠാചാര്യ സഭയുടെയും നേതൃത്വത്തിലാണ് ഇവിടെ ഈ കാർമ്മികത്വത്തിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ആളുകൾക്ക് ചുക്കുകാപ്പി വിതരണം ഉൾപ്പെടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഈ കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വാഹനങ്ങളൊന്നും തന്നെ ഈ ബലിതർപ്പണ ഭൂമിയിലേക്ക് കയറ്റുവാൻ അനുവദിച്ചിട്ടില്ല. കൃത്യമായ പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ തന്നെയുമാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഈ ബലിതർപ്പണ ഭൂമിയിൽ വിവിധ രീതിയിൽ, അതായത് 2-3 അതായത് ഘട്ടങ്ങളായി അത്തരത്തിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത് എന്നത് തന്നെയാണ്. നിരവധി ആളുകളാണ് ഓരോ കൗണ്ടറിലും ബലിതർപ്പണ ചടങ്ങുകൾ ചെയ്യുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ മഴ അതിശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടലിൽ ഇറങ്ങുന്നതിന് ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ ഇറങ്ങി
ഇറങ്ങി കുളിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അനഘ, ലക്ഷക്കണക്കിന് ആളുകൾ പിതൃപുണ്യം തേടി ഈ വരക്കൽ കടപ്പുറത്തേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കോഴിക്കോട് നിന്ന് മാത്രമല്ല, കോഴിക്കോടിന് പുറത്ത് വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടത്തേക്ക് ബലിതർപ്പണം ചെയ്യുവാൻ വേണ്ടി ആളുകൾ എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 1,00,000-ലധികം പേരാണ് ഈ വരക്കൽ ബലിതർപ്പണ ഭൂമിയിൽ പിതൃപുണ്യം തേടി മടങ്ങിയത്. ഈ വർഷം 1,50,000-ലധികം പേർ ഇവിടെ വന്ന് പിതൃപുണ്യം തേടും എന്നത് തന്നെയാണ് ഇവിടുത്തെ സംഘാടകർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. വലിയ തിരക്കാണ് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനഘ.